നീ ഇവിടെ കിടന്ന് പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് കാര്യമില്ല, നിന്റെ ലൈഫ് ഈ ചുവരിലെ പോസ്റ്റർ പോലെ അവിടെ ഒട്ടി തന്നെ ഇരിക്കും. അത് തന്നെ. അപ്പം അതുകൊണ്ട് നീ പോകുന്നെങ്കിൽ മദ്രാസിലേക്ക് പോകാൻ പറഞ്ഞു. കാരണം അവിടുത്തെ പൈപ്പ് വെള്ളം കുടിച്ചാൽ നീ രക്ഷപ്പെട്ടു. മദ്രാസിൽ പോയാല് ഒരു കാലത്ത് മദ്രാസ് ആയിരുന്നല്ലോ സിനിമയുടെ ഈറ്റിൽ എന്ന് പറയുന്നത്. അതെ അതെ അതെ. അപ്പൊ ഈ നാനയും വെള്ളി നക്ഷത്രവും അതും ഇതൊക്കെ വായിക്കുമ്പോഴേക്കും നമുക്ക് ഓരോ നടീനടന്മാരുടെ ലൈഫുകൾ നമ്മൾ അതിലൂടെ കാണാൻ കഴിയും. അപ്പൊ അതനുസരിച്ച് ഞാൻ മദ്രാസിലേക്ക് പോവുകയാണ്. മദ്രാസിലേക്ക് പോയി ചെന്നിറങ്ങുന്നതും ഞാൻ നമ്മുടെ സിനിമയിലും അല്ലെങ്കിൽ നടീനടന്മാരുടെ ലൈഫിലും കണ്ട മദ്രാസ് അല്ലായിരുന്നു ഞാൻ ചെല്ലുമ്പോഴേക്കും. അപ്പോൾ ആ സമയത്ത് മദ്രാസിൽ നിന്നും സിനിമ എറണാകുളത്തേക്ക് വന്ന് അതെ അതെ. അപ്പോഴേക്കാണ് അവിടെ ഫ്രണ്ട്സ്, തമിഴ് ഫ്രണ്ട്സ്, വിജയുടെ ഫ്രണ്ട്സ് അവിടെ കളിക്കുന്നുണ്ട്. അതേപോലെ രാക്കിളിപ്പാട്ട് 2000-ലാണ് ഞാൻ പോകുന്നത്. രാക്കിളിപ്പാട്ട് സ്നേഹിതയൊക്കെ അവിടെ കളിക്കുന്ന ഒരു സമയത്താണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പം അവിടെ ചെന്ന് ഇറങ്ങിയപ്പോ ഇപ്പം പറഞ്ഞല്ലോ നമ്മൾ ഭയങ്കര കാണുന്നൊരു മദ്രാസ് ഉണ്ട്. അപ്പൊ അവിടെ പോയി ഇറങ്ങിയപ്പോ എങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു ജീവിതം, മദ്രാസിലെ ജീവിതം? അന്നൊരു എത്ര വയസ്സുണ്ടായിരുന്നു? 10-17 വയസ്സായിരുന്നോ? 17 വയസ്സ്. 17. അപ്പോൾ എനിക്ക് സിനിമയെ കുറിച്ച് അറിയില്ല, എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്നും അറിയില്ല. അപ്പോൾ ഈ തെരുവുനായ നാടകത്തില്ലേ, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും അങ്ങോട്ട് പോകും. പിന്നെ കുറേ കടകളുടെ മുന്നിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും, എന്താണ് സംഭവം. അതിനിടയിൽ പേഴ്സ് മോഷണം പോയി, ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ല, അങ്ങനെയൊക്കെ ഒരുപാട് അവസ്ഥകൾ.